എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇടം വല്ലതും നോക്കേണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് പ്ലക്കിനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അതോടൊപ്പം നിങ്ങൾ നേരെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ആ ബെല്ലൈക്കണും പിടിച്ച് കിണികിണ അടിച്ചു വെക്കുക. അപ്പോൾ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പടപട വരും. നിങ്ങൾക്ക് ആ വീഡിയോ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടായി. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനും ജസ്റ്റ് താഴേക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കമൻറ്റ് ഇടുക. തെറി ഒഴുകി എന്ത് വേണമെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക. കുറഞ്ഞ പക്ഷം ഇങ്ങനെ ഒരു ലൈക്കോ ഒരു ഹാർട്ടോ കമൻറ്റ് ആയിട്ട് ഇടുക. ഈ വീഡിയോ റീച്ച് ആകാനായിട്ട് അത് വളരെയധികം സഹായകരമാവും. നമ്മൾ ഇടുന്ന വീഡിയോ ഞാൻ നിങ്ങളോട് ഈ കിടന്ന് കെഞ്ചുമ്പോൾ 300-350 വ്യൂ വെക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അത് വീണ്ടും തന്ന് 20-25 വ്യൂ ആയിട്ടുണ്ട്. അപ്പോൾ കാണുന്നവർ ദയവ് സഹായിക്കുക. നമ്മുടെ ചാനലിനെതിരെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബായിട്ടൊക്കെ കോൺടാക്ട് ചെയ്തിരുന്നു. മാസ് ലെവൽ ഓഫ് റിപ്പോർട്ടിങ് അങ്ങനെ കുറേ ഇഷ്യൂസ് നടപ്പുണ്ട്. അപ്പോൾ കാണുന്നവർ സഹായിക്കാൻ മനസ്സുള്ളവർ നല്ല മനസ്സിനുടമകൾ തീർച്ചയായിട്ടും സഹായിക്കുക. അന്നേരം നമ്മൾ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ നമ്മുടെ വിഷയത്തിലേക്ക് കയറുകയാണ്. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അതായത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടെ വന്ന നമ്മളുടെ ഇവിടെ ഒരു കൊടികെട്ടി പാർക്കുന്ന ആക്ടർ അപ്പോൾ പേര് പറയാൻ പറ്റത്തില്ല, പേര് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. ആ നടൻ ഇന്നിവിടെ ഒരു അധോലോകമായി മാറിയിരിക്കുകയാണ് ഷാജിയേട്ടാ. ഈ ആക്ടർ അദ്ദേഹത്തിനെതിരെ സംസാരിച്ച, അതായത് അദ്ദേഹവും എലിസബത്തും തമ്മിലുള്ള വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ സംസാരിച്ചവരുടെയൊക്കെ വായിൽ സിബിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂപ്പൻസ് വ്ലോഗ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് വീഡിയോസൊക്കെ റിമൂവ് ചെയ്തു. ഒരുപാട് പേര് അദ്ദേഹം പേടിച്ചോടി എന്നൊക്കെ പറയുന്നുണ്ട്. പേടിച്ചോടിയതല്ല, പുള്ളി അതൊക്കെ ട്രിം ചെയ്ത് മാറ്റിയതോ ഹൈഡാക്കിയതോ ആണ്. ഇതിൻ്റെ അതായത് ഒരു ആന കുത്താൻ വരുമ്പോൾ നെഞ്ചും വിരിച്ച് നിൽക്കുക എന്നുള്ളതല്ല നമ്മൾ കാണിക്കേണ്ട ബുദ്ധി. നമ്മൾ ഒഴിഞ്ഞു മാറേണ്ടടുത്ത് ഒഴിഞ്ഞു മാറണം, നെഞ്ചും വിരിച്ച് നിൽക്കേണ്ടടുത്ത് നെഞ്ചും വിരിച്ച് നിൽക്കണം. അപ്പോൾ ഒരുപാട് പേര് എനിക്കും പേഴ്സണലി അയച്ചു തന്നു. മൂപ്പൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നീ കണ്ടോ, അവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് നീ കണ്ടോ. അത് ഡിലീറ്റ് ചെയ്ത സുഹൃത്തുക്കളെ, നമ്മൾ നെഞ്ചും വിരിച്ച് നിന്നിട്ട് നമ്മുടെ ചാനൽ മൊത്തത്തിൽ അടിച്ചു പോയി കഴിഞ്ഞാൽ മാനത്ത് നോക്കി ഊഞ്ഞാല പാടിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഹൈഡ് ചെയ്യേണ്ടടുത്ത് ഹൈഡ് ചെയ്യണം, റിമൂവ് ചെയ്യേണ്ടടുത്ത് റിമൂവ് ചെയ്യണം. പക്ഷേ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളത് പറയണം. അദ്ദേഹം പേടിച്ച് പിന്മാറുമെന്നോ അഭിപ്രായം പറയാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി വീണ്ടും അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനൽ കണ്ടിന്യൂ ചെയ്യുമ്പോഴത്തേനും 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ മണിച്ചിത്ര താഴിട്ട് പൂട്ടേണ്ട ഒരു അവസ്ഥ വരും. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സാത്താൻ 321 അദ്ദേഹത്തിന് 3 സ്ട്രൈക്ക് ബാല കൊടുത്തു. അത് 2ആയി മാറി. അങ്ങനെ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നടപ്പുണ്ടായിരുന്നു. അതായത് ഈ ചാനലിനെ എല്ലാം, അതായത് പുള്ളിക്കെതിരെ സംസാരിക്കുന്നവരുടെയൊക്കെ വാ മൂടിക്കെട്ടാനാണ് പുള്ളി നോക്കുന്നത്. പുള്ളിയുടെ പക്ഷത്ത് ന്യായമുണ്ടെങ്കിൽ ഈ കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അവൻ്റെ വാ മൂടിക്കെട്ടാൻ ഞാൻ ശ്രമിക്കുന്നു, എൻ്റെ സൈഡിൽ ഇനി സംസാരിക്കാനൊന്നുമില്ല, ന്യായമൊന്നുമില്ല, ഞാൻ കൈമലത്തി. ഇതാണ് കോപ്പിറൈറ്റിന് ശരിയായിട്ടുള്ള സാധനം. ഈ സാധനം അവർ ചെയ്തു. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്ത കോപ്പിറൈറ്റ് ഇല്ല. നിങ്ങളൊന്നെങ്കിൽ നിങ്ങളുടെ സൈഡിൽ ന്യായം ഉണ്ടെങ്കിൽ അത് നിരത്തുക. ഈ നിങ്ങൾക്കെതിരെ സംസാരിച്ചവരെല്ലാം നിങ്ങൾക്ക് അനുകൂലമായിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളൊരു മെയിൽ അയക്കുക, നിങ്ങൾ ഈ വീഡിയോ റിമൂവ് ചെയ്യുക, ടേക്ക് ഡൗൺ ചെയ്യുക, എനിക്കിത് ബുദ്ധിമുട്ടുണ്ട്, ഇതാണ് ഇഷ്യൂ എന്ന് പറഞ്ഞ് നിങ്ങളവരെ അറിയിക്കുക. ഈ കോപ്പിറൈറ്റ് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരാളെ റിയാക്ട് ചെയ്തു, ആ ആൾ എനിക്ക് കോപ്പിറൈറ്റ് തന്നു. ആ ആളുടെ മാനസിക സമ്മർദ്ദം മൂലം, വിഷമം മൂലം, ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്നുണ്ടായ ദുഃഖം മൂലമായിരിക്കും അയാൾ എനിക്ക് കോപ്പിറൈറ്റ് തന്നത്. എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുമ്പോൾ എനിക്കതിൽ നിന്നും അതിയായ ദേഷ്യമുണ്ടാവും. ഞാൻ അയാളെ അപരാധം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രമുഖ നടന് സംഭവിക്കാൻ പോകുന്നത്. പുള്ളി പലരുടെയും വാ മൂടി കെട്ടാൻ നോക്കുമ്പോഴത്തേനും അവർ അറഞ്ചം പുറഞ്ഞ റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. പേര് പറയാതെ അല്ലെങ്കിൽ ചെല്ലപ്പേരിട്ടുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം എന്ന് പറയുന്നത്, ചെകുത്താൻ എവിടെ, എലിസബത്ത് എവിടെ, ആ ക്രിട്ടിക് എന്ന് പറയുന്ന ചാനലിൽ റിയാക്ട് ചെയ്ത് അദ്ദേഹം എവിടെ, അദ്ദേഹത്തിൻ്റെ പേര് ലിജോ എന്ന് തോന്നുന്നു, അദ്ദേഹം എവിടെ, ഈ ആക്ടർ ഇവരെ എല്ലാം വകവരുത്തിയോ, എന്താണ് സാധനം എന്നുള്ളതാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ. ഇവരെല്ലാവരും സേഫാണെന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചത്. അപ്പോൾ നമുക്ക് ആദ്യം ഇദ്ദേഹമായിട്ട് ഉടക്കിയത് കൊണ്ട് പണി കിട്ടി, കുറച്ച് ആളുകൾക്ക് കിട്ടിയ പണികൾ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ മൂപ്പൻസ് വ്ലോഗിലെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേട്ട് നോക്കാം. കാര്യം എൻ്റെ കാര്യത്തിനകത്താണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, പുറത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്, യാത്രകൾ ചെയ്യുന്നവരാണ്. ഇങ്ങനൊരു സാഹചര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തൊക്കെയാണ് നമുക്ക് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജുനൈദ് എന്ന് പറയുന്ന ആ ഒരു പുള്ളിക്കാരൻ വ്ളോഗർ, അയാളുടെ മൺകൂനയിലേക്ക് തട്ടി വീണു എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നുമില്ലാത്തൊരു സ്ഥലത്താണ് അദ്ദേഹം വീണ് നടന്നത്. പക്ഷേ മദ്യത്തിൻ്റെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ഒരു സാഹചര്യം, വണ്ടി തട്ടിയിട്ട് പോയി എന്നുള്ളത് പോലെ ഇതുപോലെ പലതും സംഭവിക്കാനുള്ള സാധ്യത ഈ നിൽക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചവർക്ക് എല്ലാവർക്കും ഉണ്ട്.
അതായത് പുള്ളി പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച എല്ലാവർക്കും ജീവൻ ഇത്തരത്തിലുള്ളൊരു ഭീഷണി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മുടെ സാത്താന് കോപ്പിറൈറ്റ് കിട്ടിയ കാര്യത്തിന് ശേഷം, അതായത് പുള്ളിക്ക് 3 കോപ്പിറൈറ്റ് കിട്ടി ആ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് പുള്ളി പറയുന്നൊരു സാധനം ഞാൻ കാണിച്ചു തരാം. അത്രത്തോളം മാതൃകാപരമായിട്ടുള്ള ആ ഒരു ലേഡിയുടെ നീതിക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചത് നമ്മൾ ഓരോ ആൾക്കാരും. ഇന്ന് ആ നീതിക്ക് വേണ്ടി സംസാരിച്ചതിന്റെ പേരിൽ നമ്മൾ മരണഭയം പേര് നടക്കേണ്ട ഒരു അവസ്ഥയാണ്. നമ്മുടെ നെഞ്ചത്ത് എപ്പോഴാണ് വണ്ടി കയറുന്നത് നമുക്കറിയില്ല. ഇതിവിടെ പറയേണ്ട കാര്യം വെച്ചാൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇതാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അതുൽ ബ്ലോഗ്സിലെ അതുൽ ബ്രോ ഇതേ സാധനം തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പലർക്കായിട്ട് കോപ്പിറൈറ്റ് കിട്ടുന്ന സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് പേര്, അതായത് ഞാൻ എന്നോട് ഡയറക്റ്റ് സംസാരിച്ചിട്ടില്ലാത്ത, കമൻറ്റ് ബോക്സിൽ പോലും ഞാൻ കണ്ടിട്ടില്ലാത്ത ആളുകൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ബ്രോ ഇങ്ങനെ കോപ്പിറൈറ്റ് വരുന്നുണ്ട്, ആ ആൾക്കെതിരെയുള്ള വീഡിയോസൊക്കെ ഹൈഡ് ചെയ്യൂ, പ്രൈവറ്റ് ആക്കൂ, റിമൂവ് ആക്കൂ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേര് എന്നെ കണ്ടു, എന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്കൊരു പണി കിട്ടാതിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ ആ അഭിപ്രായത്തെ മാനിച്ച് ഞാൻ പ്രശ്നമുള്ള സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ഇട്ട വീഡിയോ ഒക്കെ അവിടെ കിടപ്പുണ്ട്. ബേസിക്കലി നമുക്കെതിരെ പുള്ളിക്കാരനെ തിരിയാനൊരു സാധ്യത വളരെ കുറവാണ്. 2 കാരണങ്ങളാണ്. ഒന്ന്, ഇവരുടെയൊക്കെ വീഡിയോയ്ക്ക് കിട്ടിയ അത്ര റീച്ച് നമ്മുടെ വീഡിയോയ്ക്ക് കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഈ എലിസബത്തും ഈ പുള്ളിക്കാരനും തമ്മിലുള്ള പ്രശ്നം ഞാൻ ചർച്ച ചെയ്തിട്ടില്ല അധികം. ഞാൻ ആകെ ചർച്ച ചെയ്തിട്ടുള്ളത് അമൃതയുമായിട്ടുള്ള പ്രശ്നവും ഇദ്ദേഹത്തിൻ്റെ ലിവറുമായിട്ടുള്ള പ്രശ്നവും ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ശരിക്കും സുനാപ്പി ഉണ്ടോ എന്നുള്ള സാധനവും മാത്രമേ ഞാൻ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഈ എലിസബത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാൻ അധികം ചർച്ച ചെയ്തിട്ടില്ല. കാരണം എനിക്കതിനകത്തൊരു താല്പര്യം വന്നില്ല. ഇത് ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആ വിഷയത്തിനകത്ത് എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം വന്നിട്ടില്ല. അവരുടെ ജീവിതത്തിലെ വിഷമമാണ് എല്ലാം നമ്മൾ അംഗീകരിക്കുന്നത്. പക്ഷേ എനിക്കതിനകത്തൊരു വീഡിയോ ചെയ്യത്തക്ക ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സാധനം എനിക്കതിന്ന് കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്കൊരു പണി കിട്ടരുത് എന്ന് കരുതി മെസ്സേജ് അയച്ച എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനി ഈ ആക്ടറിൻ്റെ വിഷയത്തിൽ നമ്മുടെ ചെകുത്താൻ എവിടെയെന്ന് ചോദിച്ചവർക്ക് ചെകുത്താൻ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ചെകുത്താൻ ഇന്ന് 2 ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. ചെകുത്താൻ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഇദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. കേസ് ഫയൽ ചെയ്തപ്പോഴത്തേനും ചെകുത്താൻ കുറച്ചധികം കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ കേൾപ്പിക്കാം. മനസ്സിലായോ? പലരും വന്ന് വെറുതെ നിൽക്കുന്നിടത്തൊക്കെ വന്നിട്ട് ഈ ചൊറിഞ്ഞ വർത്താനം പറയാ, വീട്ടിൽ ഒരു ചെറുത്ത് വന്നിട്ട് 1 2 കയറി വന്നിട്ട് പറയാം, കഥ തുറന്ന് പറയാം, ഇങ്ങനെ കഥ ഒന്നും തുറക്കല്ലേ, ജീവന ഭീഷണിയുള്ളതാണോ എന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വന്നാൽ ഇവരൊക്കെ പറയുമ്പോൾ ഇത് കണക്ട് ആവുന്നത്. അപ്പോൾ അതുകൂടെ കൂട്ടി വെച്ചോണ്ടേ എന്താണ് ഒരു പരാതി കൊടുക്കണം. അതുകൂടാതെ ഈ വഴിയിൽ നമ്മൾ എവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഓരോരുത്തർ വന്നിട്ട് ചുമ്മാതെ ചൊറിയത്തില്ലേ, അത്രയും പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടെന്നേ. ഇതിൽ ഇവൻ്റെ കളികളാണെന്നുള്ളത് നമ്മൾ പിന്നല്ലേ അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് പരാതി ഒന്നും കൊടുത്തേക്കാൻ വിചാരിച്ചു. കാരണം ഓൾറെഡി ആ കേസ് കിടപ്പുണ്ട്. അതിൻ്റെ മണ്ടയ്ക്ക് നിന്നുണ്ട് ഇപ്പോൾ ഇവൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ഭീഷണിയൊക്കെ പെടുത്തിയേക്കുന്നത്. അതായത് പുള്ളിക്കാരനും അങ്ങനെ ഒരു ത്രെട്ടൊക്കെ വരുന്നുണ്ട്, പലരും വന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഇദ്ദേഹം തന്നെ പറയുന്നു പല ആളുകളും ഇദ്ദേഹത്തെ വധിക്കണമെന്ന് ബാല പറഞ്ഞതായിട്ട് അറിവുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഇതിനെ ചൊല്ലി ഓൾറെഡി നമ്മുടെ ഈ ചെകുത്താനും കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് തോന്നിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഒരു നടൻ്റെ ജീവിതം കണ്ടിട്ട് ഒരു തമിഴ് സിനിമയിലെ മറ്റേ വീരാതി വീരനെ പോലെയാണ് ഫീൽ ചെയ്തത്. അതായത് ഒരു തമിഴ് സിനിമയിലെ നായകൻ എങ്ങനെ പെർഫോം ചെയ്യുമോ ആ ഒരു പെർഫോമൻസാണ് അദ്ദേഹം ജീവിതത്തിൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ തമിഴ് സിനിമയിലെ വില്ലൻ ഇതാക്കുന്ന പോലെ. അതായത് രാഷ്ട്രീയത്തിൽ ഉന്നത തലത്തിലിരിക്കുന്ന ആളുകളെല്ലാം ഫ്രണ്ട്സ്, പോലീസിൽ ഉന്നത തല നിൽക്കുന്ന ആളുകളെല്ലാം ഫ്രണ്ട്സ്, മറ്റേ ഗുണ്ട ആൾക്കാരെല്ലാം കമ്പനി, ഇഷ്ടം പോലെ ഡിസ്കോ ആളുടെ കയ്യിലുണ്ട്. അതായത് ആളൊരു കുട്ടി അധോലോകം നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലെയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും യാഥാർത്ഥ്യമാണെന്ന് എനിക്കറിയില്ല. ശരിക്കും ഈ പുറത്ത് കാണിക്കുന്ന ഇമേജ് അല്ല, പുള്ളി ശരിക്കും അകത്ത് മറ്റേ തങ്കക്കുടു ആണോ എന്ന് നമുക്കറിയത്തില്ല. നമുക്ക് പേഴ്സണലി പുള്ളിനെ അറിയില്ലല്ലോ. പക്ഷേ പുള്ളിയെക്കുറിച്ച് പുറത്ത് വരുന്ന അറിവുകൾ പ്രകാരം പുള്ളി ഭീകരനാണ്, പുള്ളി കൊടും ഭീകരൻ, അങ്ങനെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുവാണെങ്കിൽ ഈ വീഡിയോ ഇട്ടാരും ഭയന്ന് പിന്മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇവരെല്ലാം പേര് പറയാതെ നാൾ പറയാതെ കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കാനേ സാധ്യതയുള്ളൂ. അത് കൂടുതൽ അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടാക്കത്തേ ഉള്ളൂ. ഇനി ഈ കോപ്പിറൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി നട്ടപ്പാതിലേക്ക് ഇരുന്ന് മാസ് കോപ്പിറൈറ്റ് കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. ഈ കോപ്പിറൈറ്റ് കൊടുക്കുമ്പോൾ ഞാൻ കയറി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ കോപ്പിറൈറ്റ് കൊടുക്കുമ്പോൾ ആ കോപ്പിറൈറ്റിനെ നമ്മൾ ഫെയർ യൂസ് പോളിസി പ്രകാരം കൗണ്ടർ ചെയ്ത് നമ്മൾ കോപ്പിറൈറ്റിനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ എത്രയോ തവണ ഈ കോപ്പിറൈറ്റ് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും കോപ്പിറൈറ്റ് തന്ന ചാനലിന് പണി കിട്ടും. അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ മെയിൻ ഒരു പബ്ലിക്കുമായിട്ടുള്ള ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാമിലി കുക്കിംഗ് ചാനലാണ്. ഈ കുക്കിംഗ് ചാനൽ അടച്ചു പൂട്ടാനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പം എനിക്കൊരു കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമോ? ഞാനത് പൊട്ടിക്കാൻ നോക്കും. അങ്ങനെ പൊട്ടുമ്പോൾ അത് പണി കിട്ടുമെന്ന് എനിക്ക് തോന്നി. എന്തായാലും കുറേ മണ്ടത്തരങ്ങളൊക്കെ എല്ലാവരും കാണിച്ച് വെക്കുന്നുണ്ടെന്നാണ് സംഭവം.
ഏതായാലും ഈ യൂട്യൂബർമാരെല്ലാം ഈ വിഷയത്തിൽ സംസാരിച്ചത് എലിസബത്ത് എന്ന് പറയുന്ന ഒരാളുടെ ജീവന് ഭീഷണിയുണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുക്കണമെന്നൊരു തലത്തിലാണ് ഇവരെല്ലാം സംസാരിച്ചത്. അപ്പോൾ അതായത് ഒരാൾക്കൊരു പ്രശ്നം വന്നു, ഇപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് എന്നെ ഉപയോഗിച്ചു, എന്നെ പീഡിപ്പിച്ചു, എന്നെ ഹറാസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേനും അതിൻ്റെ കൂടെ നമ്മുടെ നിയമം നിൽക്കുന്നില്ല. അതേസമയം ഞാൻ ഒരാളെ അബ്യൂസ് ചെയ്തു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ അയാൾക്കെതിരെ ഞാൻ കൊണ്ട് കേസ് കൊടുത്തു, ആ കേസ് ഫലത്തിൽ വന്നു. അതെന്നാ ടെക്നിക്ക്? ടെക്നിക്ക് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഈ പറഞ്ഞ ഒരു എലിസബത്തിൻ്റെ ജീവന് സുരക്ഷ കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എലിസബത്തിന് ന്യായം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ യൂട്യൂബേഴ്സ് എല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ വിഷയത്തിൽ സംസാരിച്ച ആളുകളെല്ലാം അവരൊന്നും വാമൂടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ആരുടെ പക്ഷത്താണോ ന്യായം അത് ജയിക്കട്ടെ. നമ്മുടെ ആക്ടറാണെൻ്റെ പക്ഷത്താണ് ന്യായമെങ്കിൽ അത് ജയിക്കട്ടെ, എലിസബത്തിൻ്റെ പക്ഷത്താണ് ന്യായമെങ്കിൽ അത് ജയിക്കട്ടെ. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, കാരണം ഇവരാരും തെളിവുകളൊന്നും നമുക്ക് മുമ്പിൽ നിരത്തുന്നില്ല. ഇപ്പോൾ എലിസബത്ത് ആയാലും കാര്യങ്ങളെല്ലാം പറയുന്നേ ഉള്ളൂ, അണ്ണൻ പറയുന്ന പോലും ഇല്ല, എന്തൊക്കെയോ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടിയിട്ടില്ല. നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വീഡിയോ റീച്ചായിട്ടില്ല, പിന്നെ ഞാൻ ആ വിഷയത്തിൽ അധികം സംസാരിച്ചിട്ടില്ല. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ജനങ്ങൾ തന്ന സപ്പോർട്ടിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ വന്ന് ജസ്റ്റിസ് ഫോർ എലിസബത്ത് എന്നൊക്കെ ഇടുന്നുണ്ട്. അവരുടെ സൈഡിലാണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും അവർ ജയിക്കട്ടെ, അല്ല മറ്റേയാളുടെ സൈഡിലാണ് ന്യായമെങ്കിൽ തീർച്ചയായിട്ടും അത് ജയിക്കട്ടെ. നമുക്കറിയില്ലല്ലോ എന്താണ് ഇവിടെ ഇതിനകത്ത് ശരിക്കും സംഭവിക്കുന്നുള്ളത്. ഏതായാലും പുള്ളിയുടെ സൈഡിൽ എന്തൊക്കെയോ ചില അപാകതകൾ ഉണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ യൂട്യൂബർമാരെല്ലാം സേഫായിട്ടിരിക്കുക. ഞാനിതിൽ പലരോടും സംസാരിച്ചിരുന്നു, അവർക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളും തീർച്ചയായിട്ടും അവരോടൊപ്പം നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പലരോടും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും ഈ പറയുന്ന പോലെ കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട് എല്ലാവരും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അത്ര തന്നെ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.